അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിലെ പ്രതി അവസാനം മറ നീക്കി പുറത്തു വന്നു. പുകച്ച് പുറത്തു ചാടിക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതാണിപ്പോൾ അവിടെ അക്ഷരാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇസ്രയേലിന് മേൽ ഇറാൻ ശക്തമായ മിസൈൽ ആക്രമണങ്ങളാണ് നടത്തുന്നത്. എല്ലാ പൗരന്മാരും ബങ്കറിനടിയിലാണ്. ബങ്കറിൽ നിന്ന് പുറത്തു വരുന്നവരാണ് കൊല്ലപ്പെടുന്നതെന്ന് ഇറാനല്ല, ഇസ്രയേൽ പത്രമായ ദി ടൈംസ് ഓഫ് ഇസ്രയേലാണ് വെളിപ്പെടുത്തുന്നത്. ഇസ്രയേൽ അതിന്റെ സൈനിക ശക്തിയുടെ ഏതാണ്ട് 70% ഇതിനോടകം ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനിയും യുദ്ധം ഈ നിലക്ക് തുറന്നാൽ ഇസ്രയേലിന് പിടിച്ചു നിൽക്കാനാവില്ല. ഇത് ഇറാനും അറിയാം. ഇതോടെയാണ് രക്ഷിതാവ് മറ നീക്കിപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അത് മറ്റാരുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിൽക്കക്കള്ളിയില്ലാത്തൊരു പുറത്തുചാടലാണിത് എന്ന് ഞാൻ പറയും. ഇത് ഞാൻ പ്രതീക്ഷിച്ചതുമാണ്. ഇയാളെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുമ്പോഴേ അത് ഞാൻ പ്രവചിക്കുകയും ചെയ്തിരുന്നു. അതിന് മുന്നോടിയായാണ് റഷ്യയിൽ ഉക്രൈൻ ആക്രമണം വ്യാപിപ്പിച്ചത്. ഉക്രൈൻ വാസ്തവത്തിൽ അമേരിക്കയുടെ ഒരു ചുമട് താങ്ങിയാണ്. റഷ്യയെ മറ്റ് പ്രശ്നങ്ങളിൽ ഇടപെടാതെ തളച്ചിടാനാണ് അമേരിക്ക ഉക്രൈൻ സംഘർഷമുണ്ടാക്കിയത്. സെലൻസ്കി അധികാരം ഒഴിയുന്നതുവരെ അത് അവസാനിക്കാനും പോകുന്നില്ല. അങ്ങനെ ഇറാന്റെ സുഹൃത്ത് രാജ്യമായ റഷ്യയെ തളച്ചതിനെ തുടർന്നാണ് ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിന് നിർദ്ദേശം നൽകുന്നത്. അതനുസരിച്ച് അവർ യുദ്ധവും തുടങ്ങി. പക്ഷേ ട്രംപും ഇസ്രയേലും കണക്ക് കൂട്ടുന്നതിനപ്പുറമായിരുന്നു ഇറാൻ. തങ്ങളുടെ രാജ്യത്ത് ഒരു മിസൈൽ പോലും പതിക്കില്ലെന്നും അത്രയും ശക്തമായ മിസൈൽ വേദ സംവിധാനമാണ് തങ്ങൾക്കുള്ളതെന്നും അവകാശപ്പെട്ട് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. ഇസ്രായേൽ കത്തിയെരിഞ്ഞു. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ലെന്ന ഗതി വന്നു. അതോടെ ട്രംപിന്റെ കുരുപൊട്ടി. ഇപ്പോൾ ഏകപക്ഷീയമായി ഇറാൻ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഈ മാന്യദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുണ്ട്. ആരാണ് സഖാവെ ഈ യുദ്ധമുണ്ടാക്കിയത്? യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇറാനുമേൽ ബോംബ് വർഷിച്ചത് ഇസ്രയേലാണ്. ഇതിന് എന്ത് അന്താരാഷ്ട്ര നിയമമാണ് ആ രാജ്യത്തിന് അനുമതി നൽകിയത്? നേരെ മറിച്ച് ഇത് ഇറാനാണ് ചെയ്തിരുന്നതെങ്കിൽ ട്രംപും അയാളുടെ മൂട് താങ്ങികളായ G7 രാജ്യങ്ങളും അടങ്ങിയിരിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന ഉണരും. UN സേന എന്ന പേരിൽ അമേരിക്കയുടെയും അവരുടെ മൂട് താങ്ങുന്ന G7 രാജ്യങ്ങളുടെയും സേന അന്താരാഷ്ട്ര നീതി നടപ്പാക്കൽ എന്ന പേരിൽ അവിടെ നിരങ്ങുകയും ഇറാഖിൽ പണ്ട് ചെയ്ത പോലെ ആ രാജ്യത്തെ നശിപ്പിക്കുകയും അവരുടെ ഒരു പാവ സർക്കാരിനെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. ഇതെന്ത് ന്യായമെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെ പോലീസ് ന്യായം എന്നേ പറയാനാവൂ. അതിനെ താങ്ങി നിർത്താനാണ് സമാധാന സഖ്യം എന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭയും എന്നത് കഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇറാനെതിരെ കൂടുതൽ ആക്രമണാത്മക നിലപാട് സ്വീകരിക്കണമെന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ ചാനലിലാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. സുപ്രീം നേതാവ് എന്ന് വിളിക്കപ്പെടുന്നയാൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ പോകുന്നില്ല, കുറഞ്ഞത് ഇപ്പോഴെങ്കിലും. ഞങ്ങളുടെ ക്ഷമ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ട്രംപിന്റെ വാക്കുകൾ. ശരിയാണ്. ഇറാനിൽ ബോംബ് വീഴുമ്പോൾ നശിക്കാത്ത ക്ഷമയാണ് പലസ്തീനിലെ പാവങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുമ്പോൾ നശിക്കാത്ത ക്ഷമയാണ് ട്രംപിന് ഇസ്രയേലിന് തിരിച്ചടി കിട്ടുമ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇസ്രയേലിനെ തീറ്റിപ്പോറ്റുന്നതും ലോകത്ത് മുഴുവൻ അവർ വഴി അശാന്തി പടർത്തുന്നതും അമേരിക്കയാണ്. ഇസ്രായേലിന്റെ സൈനിക ചെലവിന്റെ ഏതാണ്ട് 32% വഹിക്കുന്നത് അമേരിക്കയാണ്. ഇതെന്ത് ന്യായം എന്ന് ചോദിച്ചാൽ അതാണ് അമേരിക്കയുടെ പോലീസ് ന്യായം. അതിനെ ചോദ്യം ചെയ്യുന്നവരെല്ലാം വിമതരും വിഘടനവാദികളുമാണ്. ഇത് കണ്ടറിഞ്ഞാണ് മഹാനായ നോം ചോസ്കി പറയുന്നത്, ന്യൂറാംബർഗ് നിയമങ്ങൾ പ്രയോഗിച്ചിരുന്നെങ്കിൽ യുദ്ധാനന്തരം എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരെയും തൂക്കിലേറ്റുമായിരുന്നു എന്ന്. ശരിയാണ്. അത്രയും ദ്രോഹങ്ങളാണ് സ്വന്തം അപ്രമാദിത്വം ഉറപ്പാക്കാൻ, അവരുടെ ആയുധങ്ങൾ വിറ്റഴിച്ച് തടിച്ച് കൊഴുക്കാൻ ഇതിനോടകം പല അമേരിക്കൻ പ്രസിഡന്റുമാരും കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. പക്ഷെ ട്രംപ് ഇപ്പോൾ മുഴക്കിയിരിക്കുന്ന ഈ ഭീഷണി ലോകത്തിന് തന്നെ ആപത്താകുന്നതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. ഇറാന്റെ ആണവശേഷി എന്നേക്കുമായി ഇല്ലാതാക്കുക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിന് ഇന്ന് ലോകത്ത് കഴിവുള്ള ഒരേ ഒരു രാജ്യം അമേരിക്കയുമാണ്. ചൈനയ്ക്ക് കഴിയുമോ എന്നറിയില്ല. കാരണം അവരുടെ ആയുധ ശേഖരങ്ങളെക്കുറിച്ചുള്ള വിവരം ഇന്നും ലോകത്തിന് അജ്ഞാതമാണ്. എന്നാൽ അമേരിക്കയ്ക്ക് കഴിയും. അതിന് മാത്രം പ്രഹരശേഷിയുള്ള GBU-57 ബോംബുകൾ ഇന്ന് അമേരിക്കയ്ക്കുണ്ട്. 13,607 കിലോഗ്രാം ഭാരമുള്ള ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് 200 അടി വരെ ഭൂമിക്കടിയിൽ തുളച്ചു കയറാൻ കഴിവുള്ളതാണ്. ഇത് പ്രയോഗിക്കുന്നതോടെ
ഇറാന്റെ ആണവായുധം തകരുമെന്ന് മാത്രമല്ല, അത് ആ നാടിനെയും മിഡിൽ ഈസ്റ്റിനെ മുഴുവനും നാശം വിതയ്ക്കും. അതുമൂലമുണ്ടാകുന്ന അണുവികിരണങ്ങൾ ഈ മേഖലയെ ആകെ ബാധിക്കും. ഈ മേഖലയുടെ പരിസ്ഥിതിക്ക് തന്നെ അത് ദീർഘകാലത്തെ ഭീഷണി ഉയർത്തും. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയാണ് GCC രാജ്യങ്ങളുടെ എമർജൻസി മാനേജ്മെന്റ് സെന്റർ പ്രവർത്തന സജ്ജമായതും. ഇറാന്റെ ആണവ കേന്ദ്രം തകർക്കപ്പെട്ടാൽ അതുമൂലമുണ്ടാകുന്ന ഗുരുതരമായ ആണവവികിരണങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാമെന്നാണ് അവർ ചർച്ച ചെയ്യുന്നത്. അതേസമയം ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് GCC സെക്രട്ടറി ജനറൽ ജാസിം അൽ ബുദൈവി അറിയിക്കുന്നത്. പക്ഷേ ധാർമ്മികതയ്ക്കോ ന്യായത്തിനോ നീതിക്കോ ഒരു വിലയും കൽപ്പിക്കാത്ത ഡൊണാൾഡ് ട്രംപ് ഈ ബോംബ് പ്രയോഗിക്കും എന്നത് ഏതാണ്ട് ഉറപ്പാണ്. അത് മധ്യേഷ്യക്ക് തന്നെ ഭീഷണിയാണെന്നും കരുതിയിരിക്കേണ്ടതാണ്. എൽനിനോക്ക് സമാനമായ കൊടും വരൾച്ചയാണ് പിന്നെ സംഭവിക്കാനിരിക്കുന്നത്. ഈ മേഖലയിലെ കരയെ മാത്രമല്ല, കടലിലെ ജൈവ ആവാസ വ്യവസ്ഥയെപ്പോലും അത് പ്രതികൂലമായി ബാധിക്കും. ഇതിനെക്കുറിച്ച് ബോധവാന്മാരായി തന്നെയാണ് GCC രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ കുവൈത്തിൽ അടിയന്തര യോഗം ചേർന്നതും. ഉടൻ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയോട് അവർ ആവശ്യപ്പെട്ടതും. ഇപ്പോൾ UN സുരക്ഷാ സേന എന്ന് പറയുന്നതൊക്കെ ഒരു കടലാസ് സംഘടന മാത്രമായി മാറിയിരിക്കുകയാണ്. ട്രംപിന് മേൽ പറക്കാൻ പേടിക്കുന്ന കടലാസ് സംഘടന. അവർ നിസ്സഹായരാണ്. അവർക്കൊന്നും ചെയ്യാനാവില്ല. എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ അത് ട്രംപിന് മാത്രമാണ്. പക്ഷേ കടൽക്കിഴവനായ ട്രംപ് അതിന് തുനിയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. അഥവാ തുനിയുമെങ്കിൽ അതിനു മുമ്പ് അയാൾ ഇറാനെ നശിപ്പിച്ചിരിക്കും. അതിനിടയിൽ ചൈന എന്ത് തീരുമാനം എടുക്കുമെന്നതും ആശങ്കപ്പെടുത്തുന്നതാണ്. ചൈന ഇറാനോട് ആഭിമുഖ്യമുള്ള രാജ്യമാണ്. അവർ പരസ്യമായി ഇറാന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അത് ഒരു ആഗോള യുദ്ധമായി മാറാനും സാധ്യതകളേറെയാണ്. അതോടെ ലോകം ഒരു മരുപ്പറമ്പായി മാറും. മഹാനായ ശാസ്ത്രജ്ഞൻ, മനുഷ്യസ്നേഹി ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞൊരു താക്കീത് ഈ അവസരത്തിൽ എല്ലാവരും ഓർക്കുന്നതെന്ന്. മൂന്നാം ലോക മഹായുദ്ധം ഏത് ആയുധങ്ങൾ ഉപയോഗിച്ചായിരിക്കും പോരാടുക എന്ന് എനിക്കറിയില്ല. പക്ഷേ നാലാം ലോക മഹായുദ്ധം വടികളും കല്ലുകളും ഉപയോഗിച്ചായിരിക്കും പോരാടുക. അതെ, മാനവരാശിയുടെ ഇന്ന് കാണുന്ന എല്ലാ പുരോഗതിയും തകർക്കുന്നതായിരിക്കും അത്. ഏതായാലും അഹിതമായി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഇപ്പോൾ പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.